നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമിൻ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയി ശക്തി ഇൻ മുംബൈ. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ ഒരു ഡിസംബർ ജാനുവരി സമയങ്ങളിലൊക്കെ ഹാർട്ട് അറ്റാക്കിന്റെ കേസസ് കുറച്ച് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 20 വയസ്സായിട്ടുള്ള ഒരു ചെറിയ കുട്ടി ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു, രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു, രാത്രി കിടക്കുന്ന സമയത്ത് നന്നായിട്ട് തണുപ്പ് കൂടിയിട്ട് പിറ്റേ ദിവസം ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്നൊക്കെ പല കേസും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഈ ഒരു സെയിം പാറ്റേണും ഉണ്ടാകാറുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സീസൺ, കൂടുതലും ഈ ഒരു തണുപ്പ് കാലം എന്ന് പറഞ്ഞാൽ ഹാർട്ട് പേഷ്യൻസിന് കുറച്ച് ബുദ്ധിമുട്ട് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടിനെ നന്നായിട്ട് സേഫ് ആക്കിയിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടും ഈ ഒരു ഡിസംബർ ജാനുവരി വിന്റർ സീസണിൽ ഹാർട്ട് അറ്റാക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ഇതിനെങ്ങനെയാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മുടെ വിന്റർ സീസൺ ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലത്തെ താപനില, കോർ ടെമ്പറേച്ചർ നന്നായിട്ട് കുറഞ്ഞു വരുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിലത്തെ ബ്ലഡ് വെസൽസും സ്കിന്നൊക്കെ ഒന്ന് ചുരുങ്ങും, കോൺസ്ട്രക്ട് ആകും. ഇതാണ് നമ്മുടെ ശരീരത്തിലെ താപനിലയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. അതായത് നമ്മുടെ സ്വയം ശരീരം ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഇതുമൂലം എന്താ ഉണ്ടാകുക, നമ്മുടെ ഹാർട്ടിനെ കുറച്ചും കൂടി ഒന്ന് ഫോഴ്സ്ഫുള്ളി പമ്പ് ചെയ്യേണ്ടി വരും. കാരണം ബ്ലഡ് വെസൽസ് ഒക്കെ നന്നായിട്ട് ചുരുങ്ങുമ്പോൾ ബ്ലഡിന്റെ ഫ്ലോ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഹാർട്ടിനെ നന്നായിട്ട് പമ്പ് ചെയ്യേണ്ടി വരും. ഇതിലൂടെ BP നന്നായിട്ട് കൂട്ടും, നമ്മുടെ ഹാർട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ശരീരം നന്നായിട്ട് ഓക്സിജൻ ഡിമാൻഡ് ചെയ്യും. അതുപോലെ ഓൾറെഡി ഹാർട്ടിൽ ഇങ്ങനെ ബ്ലോക്കേജ് ഉള്ള ആളുകളാണ്, BP നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണ്, കൊളസ്ട്രോൾ ഉണ്ട്, തടി നന്നായിട്ട് കൂടുതലായിട്ടുള്ളവരാണ്, ഹെവി ആയിട്ട് സ്മോക്കിംഗ് ചെയ്യുന്നവർക്കും ഇത് കുറച്ചും കൂടി റിസ്ക് ഫാക്ടേഴ്സ് ആണ്. കാരണം ഈ ഒരു സമയത്ത് അവരുടെ ഞരമ്പ് നന്നായിട്ട് ഇങ്ങനെ ചുരുങ്ങുന്ന സമയത്ത്, വാസോ കൺസ്ട്രക്ഷൻ എന്നാണ് നമ്മളിങ്ങനെ പറയാ, ആ ഒരു സമയത്ത് ഇവർക്ക് കുറച്ചൊന്ന് റിസ്ക് കൂടും. ഇതിനേക്കാൾ അപകടം കൂടിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് രക്തം കട്ട പിടിക്കുക. അതായത് ഈ ഒരു സീസണിൽ നോക്കുകയാണെങ്കിൽ രക്തത്തിന്റെ വിസ്കോസിറ്റി കുറച്ചൊന്ന് കൂടും. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ രക്തം കുറച്ചൊന്ന് തിക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്ലേറ്റ്ലേറ്റ്സ് കുറച്ചൊന്ന് സ്റ്റിക്കി ആകും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രക്തത്തിന്റെ ക്ലോട്ടിങ് നന്നായിട്ട് കൂട്ടാനും വളരെയധികം ചാൻസസ് ഉണ്ട്. ഇനി ഹാർട്ടിന്റെ റിസ്കിന് കൂട്ടുന്ന മറ്റൊരു ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് നന്നായിട്ട് കുറഞ്ഞു വരിക. കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സീസൺ, വിന്റർ സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യപ്രകാശം ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കുറവായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മൾ അധികം പുറത്തേക്ക് ഇറങ്ങാറില്ല. സൂര്യപ്രകാശത്തിന്റെ ഒരു കോണ്ടാക്റ്റും വളരെ കുറവാണ്. പിന്നെ ഈ ഒരു വൈറ്റമിൻ ഡി എന്ത് റോളാണ് നമ്മുടെ ഹാർട്ടിന് കൊടുക്കുന്നത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ BP നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരത്തിലത്തെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ നന്നായിട്ട് കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിനെയും ആർട്ടറീസിനെയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ ഡി നല്ലൊരു റോള് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ എന്താ ഉണ്ടാകുക, നമ്മുടെ BP കുറച്ചൊന്ന് ഫ്ലക്ച്വേറ്റ് ആവാനും, അതുപോലെ തന്നെ പ്ലാക്യൂ, രക്തം കട്ട പിടിച്ചിട്ട് അതുപോലെ തന്നെ രക്തക്കുഴലുകളിൽ ബ്ലോക്കേജ് ഉണ്ടാക്കാനും നല്ലൊരു കാരണം ഉണ്ടാവും. അടുത്തൊരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ കണ്ടുവരുന്ന സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ ഈ സീസണിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടും. അരിത്മിയ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിലൂടെ ഹാർട്ടിന് അത്രയും സേഫ് ആയിട്ടുള്ള കുറച്ച് കാര്യമല്ല. അപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഇത്രയും കാരണങ്ങളാണ് നമ്മുടെ ഈ ഒരു സീസണിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഹാർട്ടിന്റെ ബ്ലോക്കേജിന് കൂട്ടാനായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ. ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന കുറച്ച് ലൈഫ് സ്റ്റൈൽ മിസ്റ്റേക്സ്, അതായത് ജീവിതശൈലിയിൽ നമ്മൾ വരുത്തുന്ന കുറച്ച് തെറ്റുകൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ തീയില് നമ്മൾ നെയ്യ് ഒഴിക്കില്ലേ, അതുപോലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ആക്ടിവിറ്റി ഒന്നും ചെയ്യില്ല, എക്സസൈസ് ഒന്നും ചെയ്യില്ല. ഈ ഒരു ഡിസംബർ ജാനുവരി സമയം എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഒരു പാർട്ടി ടൈമാണ്, കൂടുതൽ കല്യാണങ്ങൾ, പാർട്ടി, നമ്മൾ കൂടുതൽ മധുരപലഹാരങ്ങൾ, അതുപോലെ തന്നെ നോൺ വെജ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കുറെ നമ്മൾ കഴിക്കും. അതുപോലെ തന്നെ ആക്ടിവിറ്റി ഒന്നും ചെയ്യില്ല, എക്സസൈസും ചെയ്യില്ല. ഈ ഒരു കോമ്പിനേഷനിലൂടെ എന്താ ഉണ്ടാകുക, നമ്മൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള അൺഹെൽത്തി ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ നന്നായിട്ട് കൂടും, ഇൻഫ്ലമേഷൻ നന്നായിട്ട് ശരീരത്തിൽ കൂടും. അതിന്റെ കൂടെ നമ്മൾ എക്സസൈസും ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ ബീറ്റ് നന്നായിട്ട് കൂടും, BP നന്നായിട്ട് ഫ്ലക്ച്വേഷൻ ആകും. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഹാർട്ടിന് ബ്ലോക്കേജ് ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സേഫർ ആയിട്ടുള്ള സൈഡാണ്. രണ്ടാമതായിട്ട് നിങ്ങളുടെ ശരീരം കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾക്ക് നെഞ്ചിന്റെ ഭാഗത്ത് നന്നായിട്ട് ടൈറ്റ്നസ് പോലെ ഫീൽ ചെയ്യാണ്, അതായത് ബ്രീത്ത് ചെയ്യാൻ, അത് ശ്വാസം എടുക്കാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ട്, നെഞ്ചിൽ നല്ലൊരു എരിച്ചിൽ പോലെ തോന്നുകയാണ്, പെട്ടെന്നൊരു ക്ഷീണം പോലെ തോന്നുക, നന്നായിട്ട് ആക്റ്റീവ് ആയിരുന്നു പെട്ടെന്ന് തന്നെ നല്ലൊരു ക്ഷീണം പോലെ തോന്നുവാണെങ്കിൽ പല ആളുകളും ചെയ്യുന്ന തെറ്റാണ്, ഗ്യാസ് ആണെന്ന് വിചാരിച്ച് വിട്ടുകളയും. തലേദിവസം എന്തെങ്കിലും ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും, അതായിരിക്കും ഇങ്ങനെ ഫീൽ ചെയ്യാന്ന് വെച്ചിട്ട് വിട്ടുകളയുന്ന കുറെ ആൾക്കാര്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും സിംറ്റംസ് തോന്നുകയാണെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഒന്നുമില്ല എന്ന് അറിയുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ നിങ്ങൾ കണ്ടില്ല എന്ന് മാത്രം നടിക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഹാർട്ടിന്റെ മസിൽസ്
ടൈം മാറും തോറും നിങ്ങളത് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അതിനുള്ള പ്രോസസ് ഒക്കെ ചെയ്തിട്ട് ഓക്കെ ആണെന്ന് മാത്രം നിങ്ങൾ കൺഫേം ചെയ്യാനും കൂടി നോക്കുക. ഇനി മൂന്നാമത്തെ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നതാണ് രാവിലെ ഏർലി മോർണിംഗിൽ നടക്കാനായിട്ട് പോവുക. കേൾക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു ഓടായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ രാവിലെ സമയത്ത് നമ്മുടെ ബി എന്ന് പറയുന്നത് കുറച്ചൊരു ഷാർപ്പായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ കോർട്ടിസോൾ ഹോർമോൺ, നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറച്ചൊരു പീക്ക് ലെവലില്. പുറത്തത്തെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പ്. ഈ സമയത്ത് നമ്മുടെ ബ്ലഡ് വെസൽസ്, ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസിന് കുറച്ചൊന്ന് പമ്പ് ചെയ്യുന്നത് കുറച്ച് കൂടുകയും ഹാർട്ടിന് നമ്മൾ കുറച്ച് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഒരു ഹാർട്ടിന്റെ കേസസ്, ഹാർട്ട് അറ്റാക്കിന്റെ കേസസ് 2 മുതൽ 3 മടങ്ങ് കുറച്ച് ചാൻസ് കൂടുതലായിരിക്കും നമുക്ക്. അപ്പൊ ഞാൻ നിങ്ങൾ നടക്കാതിരിക്കണം എന്നല്ലാട്ടോ പറയുന്നത്, നടന്നോട് കുഴപ്പമൊന്നുമില്ല. കുറച്ചൊരു ഇളം വെയിൽ വരുന്ന സമയത്ത് നടക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാകുക. ഓൾറെഡി ഹാർട്ടിന് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു തണുപ്പുള്ള സമയം ഒഴിവാക്കാനായിട്ട് നോക്കുക. അത്രേ ഉള്ളൂ. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, ഇനി അടുത്തത് അതാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ മഫ്ലർ പോലുള്ള കാര്യങ്ങൾ, ജാക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബോഡിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുക. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ ഹൈ BP, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ റുട്ടീൻ ചെക്കപ്പ് ചെയ്യുക. അതുപോലെ മരുന്നുകളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് മരുന്നുകൾ എടുക്കുക, ഒഴിവാക്കാനായിട്ട് നോക്കരുത്. നിങ്ങൾ ചെക്കപ്പ് ഒക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, ബോഡിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് കുറയുമ്പോഴും രക്തം നന്നായിട്ട് കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തൊരു കാര്യം, ബോഡിനെ ആക്റ്റീവ് ആക്കി വെക്കുക. എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഒരു യോഗ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു വാക്കിംഗ്, ചെറുതായിട്ടൊന്ന് ബോഡിനെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ആക്റ്റീവ് ആക്കി വെക്കാനും കൂടി നോക്കുക. പിന്നെ വൈറ്റമിൻ ഡി നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു ഇളം വെയിൽ കൊള്ളാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയും നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ റുട്ടീൻ ചെക്കപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ് നിങ്ങൾ തീർച്ചയായിട്ടും വെക്കണം. ഈ ഒരു കാര്യം പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഓവറോൾ ബോഡിക്കും നമ്മുടെ ഹാർട്ട് മസിൽസിനും എല്ലാത്തിനും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി കൂടുതലായിട്ട് ഷുഗർ, സോൾട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ചെസ്റ്റിൽ നന്നായിട്ട് ഹെവിനെസ് പോലെ തോന്നുകയാണ്, ഒരു ടൈറ്റ്നസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വീക്ക്നെസ് പോലെ തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടർ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൺസൾട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. എല്ലാവരിലേക്കും ഈ ഒരു അറിവ് തീർച്ചയായിട്ടും എത്തിക്കാനും നോക്കണം. കാരണം പല ആളുകളും മിസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും കൂടി നോക്കുക. പിന്നെ ഈ ഒരു സീസണിൽ പലരും ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കുന്ന കുറേയധികം ഭക്ഷണങ്ങളും നിങ്ങളുടെ ഹാർട്ടിന് കുറച്ചൊന്ന് പ്രശ്നങ്ങൾ കൂട്ടിയേക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആട്ടിന്റെ സൂപ്പ് കഴിക്കുക, നോൺ വെജ് പോലെയുള്ള ഭക്ഷണങ്ങൾ, കുറെ ഹെവി ആയിട്ടുള്ള മീൽസ്, ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന കുറെ ആൾക്കാർ. ഇതിൽ നിന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറെ അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഹാർട്ടിന് കുറച്ച് ബ്ലോക്കേജസ് കൂട്ടാനും കുറച്ചൊന്ന് ഹെവി ആക്കാനും ചാൻസസ് ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിക്കാതിരിക്കുക. കഴിക്കേണ്ട, മൊത്തത്തിൽ ഒഴിവാക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. വല്ലപ്പോഴും ഒക്കെ കഴിക്കുക, കൂടുതലായിട്ട് ഇങ്ങനെ കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ചായയുടെ കൂടെ ഒക്കെ കുറെ സമൂസ പോലെയുള്ള കാര്യങ്ങൾ, വറുത്തു പൊരിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതും ഒഴിവാക്കുക. പിന്നെ ഈ സീസണിൽ കൂടുതലായിട്ടും കഴിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് എള്ളുണ്ട പോലെയുള്ള കാര്യങ്ങൾ. കുറച്ചൊരു ഉഷ്ണ പ്രോപ്പർട്ടി, കുറച്ചൊന്ന് ചൂട് കൊടുക്കുന്നതായതുകൊണ്ട് ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കുറെ അധികം കഴിക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട. ആഴ്ചയിൽ 1 വട്ടം 2 വട്ടം അങ്ങനെയായിട്ട് കഴിക്കുക. പിന്നെ ഈ സ്വീറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് കൂടുതലും ഒഴിവാക്കാനും കൂടി നോക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സീസണിൽ നമ്മൾ കൂടുതലായിട്ടും ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരിലേക്കും ഈ ഒരു അറിവ് തീർച്ചയായിട്ടും എത്തിക്കാനും കൂടി നോക്കണം. സോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.